എപ്പോഴും ആരാധകർ പറയുന്ന ഒരു കാര്യമുണ്ട്, മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എന്താണെന്ന് ഇനി വരാൻ പോകുന്ന സിനിമകൾ പറയും. ആ സിനിമ വലിയ ബജറ്റ് സിനിമയാകും, ആ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും, അപ്പോൾ സംഭവിക്കാൻ പോകുന്ന മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയും എന്ന് എപ്പോഴും അവർ പറയുന്ന കാര്യമാണ്. എന്നാൽ അങ്ങനെയൊരു സിനിമ ഇറങ്ങി ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാത്ത അവസരമാണ് കഴിഞ്ഞ കുറച്ചു നാളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് പലരും പറയുമ്പോഴും യഥാർത്ഥ രീതിയിലുള്ള ആ ഒരു ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ പുലിമുരുകനും ലൂസിഫറിനും ശേഷം നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ അവർ അറിഞ്ഞിരിക്കുകയാണ് എമ്പുരാൻ എന്ന സിനിമയിലൂടെ. ഇതാണ് ശരിക്കും മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ എന്നത്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് മോഹൻലാലിന്റെ ആ താര പവർ എന്താണെന്ന് അടുത്ത് നിൽക്കുന്ന ആരാധകർ പോലും മനസ്സിലാക്കുന്നത്. വെറും 6 ദിവസം കൊണ്ടൊക്കെ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്നും 200 കോടിയൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ അതാണ് ആ മോഹൻലാൽ പവർ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഓരോ ആൾക്കാരും ഇപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത്. എമ്പുരാൻ 200 കോടിയും കടന്ന് കത്തിക്കുമ്പോൾ മോഹൻലാൽ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ സ്റ്റാർഡത്തിന്റെ പവർ ആണ്. പക്ഷെ പുള്ളി അത് മനസ്സിലാക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം ഇനി അഭിനയിക്കുന്ന ചില സിനിമകൾ സത്യനന്ദിക്കാടിന്റെയും അനൂപ് മേനോന്റെയും ഒക്കെ മലയാള സിനിമയുടെ ഈ നല്ല കാലത്ത് പോലും അവസരം കൊടുക്കുന്നു എന്നാണ്. മറ്റു ഭാഷകളിൽ പോയി വൃഷഭ, കണ്ണപ്പ പോലുള്ള തനിക്ക് ഒട്ടും ചേരാത്ത വേഷങ്ങൾ ചെയ്യുന്നു. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് മോഹൻലാലിന്റെ കാര്യവും. വാലിബൻ ഒരു പരാജയ ചിത്രം ആണെങ്കിൽ കൂടി മോഹൻലാലിനെ ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ്. എനിക്ക് പറയാനുള്ളത്, മോഹൻലാൽ പുതിയ സംവിധായകരുടെ സിനിമകൾ കാണണം. ചിദംബരം, ഖാലിദ് റഹ്മാൻ, രാഹുൽ സദാശിവൻ, ബേസിൽ ജോസഫ്, ആനന്ദ് കൃഷി, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ, കൃഷാന്ത്, ലിജുജസ് പല്ലിശ്ശേരി, ഗിരീഷ് ഏടി, ഇസാം ബഷീർ എന്നിവരുമായിട്ടൊക്കെ വ്യത്യസ്ത ജോണറിൽ സിനിമകൾ ചെയ്യണം. കരിയറിന്റെ ഈ ഘട്ടത്തിലും ഇത്രയും സ്റ്റാർഡം നിങ്ങൾക്കുണ്ട്. അത് ജനങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ്. അത് ആറാട്ടും, ബിഗ് ബ്രദറും, ഇട്ടിമാണിയും, 12th മാനും, മോൺസ്റ്ററും, മരക്കാർ പോലുള്ള പടങ്ങൾ ചെയ്ത് കളയരുത് എന്നും അവർ പറയുകയാണ്. ആന്റണി ചേട്ടൻ ഇത് കേൾക്കുകയാണെങ്കിൽ നല്ല കുറച്ച് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ ഹയർ ചെയ്ത് കഥകൾ കേൾക്കാൻ ഏൽപ്പിക്കണം. അവരെ നിങ്ങളുടെ പ്രൊഡക്ഷന്റെ ഭാഗമാക്കണം. ഇനിയൊരു മോശം സിനിമ നിങ്ങളിൽ നിന്നും കാണാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല. നിലവിൽ ടോപ്പായി നിൽക്കുന്ന ഡയറക്ടേഴ്സിനെ അങ്ങോട്ട് വിളിച്ച് ഡേറ്റ് കൊടുത്ത് പടങ്ങൾ ചെയ്ത് തുടങ്ങു ചേട്ടാ എന്ന അഭ്യർത്ഥനയൊക്കെയാണ് അവർ നടത്തുന്നത്. ഈ 2ാം ഭാഗം, 3ാം ഭാഗം എന്നിവയുടെ ഇടയിൽ ബിസിനസ് മാത്രം ലക്ഷ്യം വെക്കാതെ നല്ല സിനിമകൾ കൂടെ ഉണ്ടാകട്ടെ. ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പ് ആന്റണി പെരുമ്പാവൂർ എന്നാൽ മിനിമം ക്വാളിറ്റി എന്നായിരുന്നു. പിന്നീട് ആകെ 2-3 നല്ല സിനിമകൾ വന്നു എന്നല്ലാതെ ഭൂരിപക്ഷവും വളരെ മോശം ചിത്രങ്ങളായിരുന്നു. മലയാള സിനിമ ഇത്രയും വളർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ മോഹൻലാലിൽ നിന്നും നല്ല സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നു. ഒരു ആരാധകന്റെ അപേക്ഷയാണിതെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയകളിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നതിൽ ചില കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. കാരണം മോഹൻലാൽ തന്നെ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡത്തിന്റെ പവർ ഇത്രയൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് അതുപോലുള്ള കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ ബിഗ് ബജറ്റിൽ, വലിയ ക്യാൻവാസിൽ, ഗംഭീര മേക്കിങ്ങിൽ മോഹൻലാലിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണമോ ആ രീതിയിൽ കൊണ്ടുവന്നാൽ ഈ പറയുന്ന എല്ലാവരുടെയും പരാതികൾ അവസാനിക്കും. പ്രേക്ഷകരുടെയും ആരാധകരുടെയും കൂടാതെ സാമ്പത്തികമായി തിയേറ്ററുകാർക്കുള്ള, പ്രൊഡ്യൂസർമാർക്കുള്ള, അങ്ങനെ എല്ലാവർക്കും ഉള്ള പരാതികൾ ഈ ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് തീർക്കാൻ കഴിയും എന്നതാണ് അദ്ദേഹത്തിന്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ഈ എമ്പുരാനിലൂടെ കാണുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത്. തിയേറ്റർ ഉടമകൾ പോലും അത് സാക്ഷ്യപ്പെടുത്തുന്ന അവസരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള സിനിമകൾ ഇനിയും വരണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴുള്ള എമ്പുരാന്റെ ഈ രീതിയൊക്കെ കണ്ടിട്ടാണ് എല്ലാവരും ഈ രീതിയിൽ പറയുന്നതും. ഇങ്ങനെ പറയുമ്പോഴാണ് ഈ ഹിറ്റ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ചേക്കാനുള്ള സാധ്യത ഒരു റിപ്പോർട്ട് ഈ അടുത്തിടയ്ക്ക് പൊങ്ങി വന്നതും. എമ്പുരാന് പിന്നാലെ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ വീണ്ടും നായകനായി എത്തുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. L3 അല്ല, അതിനുമുമ്പേ തന്നെ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു ചിത്രം വരാൻ പോകുന്നു എന്നതാണ് പുതിയ സൂചന. പൃഥ്വിരാജും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ലൂസിഫർ, ബ്രോഡാഡി, എമ്പുരാൻ എന്നിവയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രങ്ങൾ. മോഹൻലാലും പൃഥ്വിരാജും ഒരുമിക്കുന്ന 4ാമത്തെ ചിത്രത്തിൽ ഫഹദ് ഫാസിലും ഉണ്ടാകുമെന്നാണ് വിവരം. ഈ അടുത്തിടയ്ക്ക് ഈ മൂവരും ഒത്തുചേർന്ന ഒരു അവസരവും നമ്മൾ കണ്ടിരുന്നു. എമ്പുരാൻ എന്ന സിനിമ റിലീസാകുന്നതിന് മുമ്പ് ഈ മൂവരും കണ്ടുമുട്ടിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തിരുന്നതാണ്. ഇതൊക്കെ ഒരു പുതിയ ചിത്രത്തിന് വേണ്ടിയുള്ള കണ്ടുമുട്ടലായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നതും. 5ാമത്തെ ചിത്രം എമ്പുരാന്റെ 3ാം ഭാഗമായിരിക്കും. ഫൺ ഫാമിലി എന്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഈ വർഷം മധ്യത്തോടെ ആരംഭിക്കാനാണ് തീരുമാനമെന്നും ജേക്സ് ബിജോയ് സംഗീതം ഒരുക്കുന്നുവെന്നും ഉള്ള സൂചനകളാണ് ഇപ്പോൾ ചില മൂവി അനലിസ്റ്റുകൾ നൽകുന്ന സൂചനകൾ. കൂടുതൽ ആധികാരികമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ലെങ്കിലും ഇങ്ങനെയൊരു റൂമർ ഇപ്പോൾ വലിയ രീതിയിൽ വരികയാണ്. ഇതുപോലുള്ള സിനിമകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് സാധ്യത വെക്കുന്ന ചില പ്രോജക്റ്റുകൾ വരാൻ പോകുന്നത്. കാരണം മോഹൻലാൽ തന്നെ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം എത്രമാത്രം ആണെന്നുള്ളത്. അതേസമയം വിവാദങ്ങൾക്കിടയിൽ എമ്പുരാന്റെ റീ എഡിറ്റിംഗ് പതിപ്പ് തിയേറ്ററിൽ എത്തിയെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് കാണാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലരും റീ എഡിറ്റിംഗ് പതിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു. കൂടാതെ ചിത്രത്തിന് 7ാം ദിവസത്തെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുക്കുമ്പോഴും ഗംഭീര ബോക്സ് ഓഫീസ് റണ്ണ് തന്നെയാണ് എമ്പുരാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 7 PM വരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുത്തപ്പോൾ 4.75 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും എമ്പുരാൻ ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത്. 2349 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോഴാണ് ഈ കണക്കുകൾ വന്നിരിക്കുന്നതും. എന്തായാലും എമ്പുരാൻ എന്ന സിനിമയിൽ കുറെ സർപ്രൈസിംഗ് ഫാക്ടറുകൾ കൂടി ഈ ചിത്രത്തിനെ ഇത്ര വലിയ കളക്ഷനിൽ എത്തിച്ചു എന്ന് പറയാം. ചില സർപ്രൈസുകൾ പ്രേക്ഷകരെ അതിശയിപ്പിച്ചപ്പോൾ ചില സർപ്രൈസുകൾ അവർക്ക് മനസ്സിലായില്ല. എന്നാൽ ഇപ്പോഴുള്ള
തലമുറ അതിനെ ആഘോഷിക്കുകയാണ്. ആ ക്യാരക്ടറെ കണ്ട് ഗൂസ്പമ്പ് വന്നു എന്ന് അവർ തന്നെ പറഞ്ഞു. ഒന്ന് പ്രണവ് മോഹൻലാൽ ആയിരുന്നു, അത് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു. ഇന്നിതാ ആ ഏറ്റവും വലിയ സർപ്രൈസ് വില്ലനെ കൂടി ഇന്ന് പൃഥ്വിരാജ് അവതരിപ്പിച്ചിരിക്കുകയാണ്. സിനിമയുടെ അണിയറ പ്രവർത്തകർ ആ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ട് കഴിഞ്ഞു. ഹോളിവുഡിന്റെയും താരമായ റിക് എന്നാണ് ആ സൂപ്പർ വില്ലനായി മോഹൻലാലിനൊപ്പം എത്താൻ പോകുന്ന ഷെലോങ് ഷൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഡ്രാഗൺ സിമ്പിളിന്റെ പുറയിൽ ഒളിഞ്ഞിരുന്ന താരം ഇതായിരുന്നു. അങ്ങനെ എംബ്രാനിലെ ഏറ്റവും വലിയ സർപ്രൈസുകൾ റിവീൽ ചെയ്തുകൊണ്ടാണ് എംബ്രാന്റെ അണിയറ പ്രവർത്തകർ ഈ അവസരത്തിൽ എത്തുന്നത്. ഇതുപോലുള്ള ബിഗ് സിനിമകളാണ് ഇനി മോളിവുഡിൽ സംഭവിക്കേണ്ടതും.